പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വളരെയേറെ മനോവേദ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ ഒരു 8-10 വർഷങ്ങൾക്കുള്ളിൽ ഇതുപോലെ ജനങ്ങൾ ആകപ്പാടെ മനോവ്യഥയിൽ കഴിയുന്ന സംഭവങ്ങൾ വിരലിൽ എണ്ണാവുന്നതേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അതിലൊന്ന് ഉണ്ടായത് 2012 മെയ് 4-ന് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ CPM-ന്റെ ഗുണ്ടകളാൽ കൊല്ലപ്പെട്ട് 51 വെട്ടേറ്റ് കൊല്ലപ്പെട്ടപ്പോഴാണ് അന്ന് ജനങ്ങൾ വല്ലാതെ ദുഃഖിച്ചത്. മനോവ്യഥ കൊണ്ട് ജനങ്ങളുടെ മനസ്സ് വിങ്ങിയത് അന്നായിരുന്നു. അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കാട്ടാളന്മാരായിട്ടുള്ള SFIക്കാരുടെ കൊടിയ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടപ്പോഴും മലയാളിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു, നൊന്തു. ഏതാണ്ട് അതിന് സമാനമായോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ മലയാളികളുടെ മനസ്സിനെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിലുണ്ടായ ആമയിഴഞ്ചാൻ തോടിൽ മുങ്ങിമരിച്ച, മാലിന്യ കൂമ്പാരത്തിനിടയിൽ മുങ്ങിമരിച്ച ആ മനുഷ്യൻ, ആ ജോയി എന്ന് പറഞ്ഞ ആ നിസ്വൻ്റെ, ആ ദരിദ്രൻ്റെ മരണം. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. മലകളുടെ പൊക്കത്തിൽ കിടക്കുന്ന മാലിന്യങ്ങൾ, ആ മാലിന്യ കൂമ്പാരത്തിനിടയിലേക്ക് ഒരു മനുഷ്യൻ, ആലോചിച്ച് നോക്കും, ഒരു മനുഷ്യൻ, മൃഗമാണെങ്കിൽ പോലും നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ ഒരു പച്ചയായ മനുഷ്യൻ ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിപ്പോയി അതിനിടയിൽപ്പെട്ട് ശ്വാസം കിട്ടാതെ ശരീരത്തിലാകെ ഈ പറഞ്ഞതുപോലെ മാലിന്യം കടന്ന് കയറി എവിടെയാണോ ഇറങ്ങിയത് അവിടുന്ന് ഒരു 250-300 മീറ്റർ അപ്പുറത്ത് നിന്ന് ആ മനുഷ്യൻ്റെ ചീഞ്ഞളിഞ്ഞ മൃതദേഹം നമുക്ക് കിട്ടുകയാണ്. സുഹൃത്ത്, എങ്ങനെയാണ് നമ്മളിതിനെ വിശദീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതായത് ഇതുപോലുള്ള മാലിന്യങ്ങൾക്കിടയിലേക്ക് മനുഷ്യന്മാർ ഇറങ്ങിപ്പോകരുത്, അവർ ഇറക്കി വിടരുതെന്നുള്ള സുപ്രീം കോടതിയുടെ പോലും വിധി നിലനിൽക്കുമ്പോഴാണ് എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യൻ ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് ആ മനുഷ്യനെ അധികാരികൾ ഇറക്കി വിടുന്നു. അയാൾ ആ മാലിന്യത്തിനിടയിൽ കിടന്നൊരു പുഴുവിനെ പോലെ കിടന്ന് മണിക്കൂറുകൾ കിടന്നതിന് ശേഷം പിന്നെ അയാൾ മരിക്കുന്നത്. ഇതെങ്ങനെയാണ് സുഹൃത്തുക്കളെ നമുക്കിത് മറക്കാൻ കഴിയുക? ഇതുണ്ടായതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചത്? വലിയ തോതിലുള്ള ജനവികാരം ഉയരേണ്ടതല്ലേ ഈ വിഷയത്തിൽ? എന്നാൽ എന്താ സംഭവിച്ചത്? ഇതിന് ഉത്തരവാദികൾ ആര് എന്നുള്ള ഇത് സംബന്ധിച്ച് റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ ചക്കളത്തി പോരാട്ടം നടക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാലോചിച്ച് നോക്കുക. ഈ കാണാതായ മനുഷ്യനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന് പകരം കുറ്റം ആർക്കാണെന്നുള്ള നിലയിലുള്ള തർക്കം അത് നടക്കുകയാണ്. കോർപ്പറേഷൻ പറയുന്നു ഞങ്ങളല്ല ഇതിന് ഉത്തരവാദി എന്ന്. അതായത് ആ മനുഷ്യൻ ഇറങ്ങിയെടുത്തൊക്കെ റെയിൽവേയുടെ ഗ്ലാസും കുപ്പിയും ഒക്കെയല്ലേ കണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. റെയിൽവേയുടെ അധികൃതർ എന്ന് പറയുന്നത് ഞങ്ങളല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല, അത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം. ഈ നിലയിലുള്ള തർക്കവിതർക്കങ്ങൾ, യഥാർത്ഥത്തിൽ ആ തർക്കവിതർക്കത്തിലും നമ്മൾ ചില സത്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ അതിൻ്റെ കാരണം? എന്താ? പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖരമാലിന്യ സംസ്കരണത്തിനുള്ള അവകാശാധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അങ്ങനെയാണ് ഭരണഘടന കൊടുത്തിട്ടുള്ളത്. ഭരണഘടനയുടെ 72ാം ഭേദഗതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഭേദഗതി അനുസരിച്ച് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസിൻ്റെ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അധികാരാവകാശത്തിൽപ്പെട്ടതാണ്. സ്വാഭാവികമായും ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാന ഉത്തരവാദിത്വം പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനല്ലേ, കോർപ്പറേഷനല്ലേ സുഹൃത്തുക്കളെ? ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വം കോർപ്പറേഷൻ്റെ കയ്യിലല്ലേ ഉള്ളത്. പക്ഷേ കോർപ്പറേഷൻ പറയുന്നു റെയിൽവേയുടെ കീഴിലാണ്. എന്താ കാരണം? റെയിൽവേ ലൈനിന് കീഴിലുള്ള ഭൂഗർഭ പാതയിലൂടെയാണ്, ആമയിഴഞ്ചാൻ തോട് ഭൂഗർഭ പാതയിലൂടെ, അവിടെയാണ് ഈ ജോയി ഇത് മാലിന്യത്തിലേക്ക് ഇറങ്ങുന്നത്. സ്വാഭാവികമായും
അവിടെ ആ ഭൂഗർഭ പാതയ്ക്ക് വീതി കുറവായിരുന്നുവെന്നും വീതി കൂട്ടാൻ പലതവണ തങ്ങൾ റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ അതിന് തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രേഖകളുമായിട്ടൊക്കെ കോർപ്പറേഷൻ വരികയാണ്. നമ്മളതിൻ്റെ ശരിതെറ്റുകൾ നമ്മളത് പരിശോധിക്കണം. ഒരുപക്ഷേ റെയിൽവേ അതിന് തയ്യാറായില്ലായിരിക്കാം, ഇല്ലെങ്കിൽ അത് ഏറ്റവും വലിയ അനാസ്ഥയാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. പക്ഷേ റെയിൽവേ അതിന് തയ്യാറായില്ലെങ്കിൽ അവരെക്കൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ ഇത് ചെയ്യിപ്പിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വം കോർപ്പറേഷനിലല്ലേ സുഹൃത്തുക്കളെ നിക്ഷിപ്തമായിട്ടുള്ളത്? കാരണം ഭരണഘടനാപരമായി സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉത്തരവാദിത്വം കോർപ്പറേഷൻ്റെ കയ്യിലല്ലേ നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ അവകാശം ഞങ്ങളിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളിത് ചെയ്തേ മതിയാവൂ എന്ന് റെയിൽവേയോട് പറഞ്ഞ് റെയിൽവേ കൊണ്ട് സമയബന്ധിതമായി അത് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കോർപ്പറേഷനിലായിരുന്നു സുഹൃത്തുക്കളെ. റെയിൽവേ അത് ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണ്ടേ, അതിനാവശ്യമായിട്ടുള്ള ഉത്തരവുകൾ ഇറക്കണ്ടേ, അതിനാവശ്യമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കണ്ടേ? അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം കോർപ്പറേഷനിലായിരുന്നു. കോർപ്പറേഷൻ അത് ചെയ്തോ? ഈ റെയിൽവേ എന്ന് പറയുന്നത് എന്താ? ഞങ്ങളുടെ മാലിന്യങ്ങളല്ല അവിടെ ഉള്ളത്. കാരണം ഞങ്ങളുണ്ടാക്കുന്ന മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. ആ സംവിധാനത്തിലൂടെ ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുണ്ടാക്കുന്ന മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കരാറ് കൊടുത്തിട്ടുണ്ട്. ആ കരാറുകാരനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മാലിന്യങ്ങളാണ് അവിടെ കുന്നുകൂടി കിടക്കുന്നത് എന്നുള്ള വാദം ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ തർക്കം തെറ്റായിപ്പോയെങ്കിലും ആ തർക്കത്തിൽ ആത്യന്തികമായി അതിൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷനാണ് എന്നുള്ളത് വസ്തുതയല്ലേ? അത് ചെയ്യുന്നതിൽ കോർപ്പറേഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ഭരണകൂട കൊലപാതകം. ഈ കൊലപാതകത്തിൻ്റെ 1-ാം നമ്പർ ഉത്തരവാദി കോർപ്പറേഷനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കൂടി പ്രതിയാണ് എന്നുള്ള വാദമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ഉന്നയിക്കാൻ. എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഇതിൽ പ്രതിയാകുന്നത് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്ക് സംശയം തോന്നിയേക്കാം. സ്വാഭാവികമാണ്. കാരണം അയാൾ ഭരണകൂടമല്ല, അയാൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമാണ്. ഭരണകൂടമാണ് ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നിട്ടുള്ളത്. സ്വാഭാവികമായി എൻ്റെ പ്രേക്ഷകർ ചോദിക്കും, സ്വാഭാവികമാണ്. പക്ഷേ അയാൾ കൂടി ഇതിനകത്ത് പ്രതിയാണെന്ന് പറയാൻ കാരണം എന്താ? ഇതുപോലെ ഏറ്റവും ഹീനമായിട്ടുള്ള, ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ളൊരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിൽ ജനശ്രദ്ധ കൊണ്ടുവരാൻ, ആ സംഭവം ഏറ്റവും ഭീകരമായി പോയി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ സംഘടിപ്പിക്കാൻ, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിഷേധമുയർത്താൻ, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിരോധമുയർത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാവുള്ളത് സുഹൃത്തുക്കളെ? പ്രതിപക്ഷത്തിനല്ലേ? ഐക്യ ജനാധിപത്യ മുന്നണിക്കല്ലേ? അത് ഉയർത്തിക്കൊണ്ടിരിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോർമുഖങ്ങളിൽ നെഞ്ചുവിരിച്ച് നിൽക്കുകയും ചെയ്യേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവല്ലേ സുഹൃത്തുക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. UDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സംഭവം? എന്നാലോചിച്ച് നോക്കി. ഇതുപോലെ രക്ഷപ്പെട്ടു പോകാൻ അന്ന് ഗവൺമെൻറ്റിന് കഴിയുമായിരുന്നോ? പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നുവെങ്കിൽ. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഇതുപോലൊരു മരണം നടന്നു. ആ മരണത്തിന് ഉത്തരവാദി പ്രധാനമായും സർക്കാർ ഭരണകൂടവും മേയറുമാണെന്നുള്ള കാര്യത്തിൽ എന്താ തർക്കം? പക്ഷേ ഈ കാര്യം ജനങ്ങൾ 3-4 ദിവസം കഴിയുമ്പോൾ ജനങ്ങൾ മറന്നുപോകും. കാരണം ഈ നിഷ്ഠൂരമായിട്ടുള്ള ഈ നടപടിക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല സുഹൃത്തുക്കളെ. എവിടെയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്? എവിടെയാണ് അയാൾ? ആ സംഭവ സ്ഥലത്ത് പോലും ചെന്നോന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചെന്ന് കാണാം, പക്ഷെ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അയാൾ 2-3 പ്രസ്താവന ഇറക്കി കാണാം. അയാളുടെ ആകെ ഒരു പ്രസ്താവന ഞാൻ കണ്ടത്, ഇത് മഴക്കാല പൂർവ്വ ശുചീകരണത്തെക്കുറിച്ചിട്ട് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചപ്പോൾ MP രാജേഷ് എന്ന് പറഞ്ഞ മന്ത്രി ഞങ്ങളെ പരിഹസിച്ചു. ഇത്രയും മാത്രമാണ് ഞാൻ കേട്ടത്. അതിനപ്പുറത്ത് ഞാനൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇത്രയും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള സംഭവം നടക്കുമ്പോൾ ജനങ്ങളെ സംഘടിപ്പിക്കേണ്ട, ജനങ്ങളിൽ നിന്ന് പ്രതിരോധം വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വമുള്ള VD സതീശൻ എന്ന് പറയുന്ന അയാൾ എവിടെയോ വയനാട്ടിലെങ്ങാണ്ട് പോയി കിടക്കുകയാണ്. എന്തോ ചിന്തൻ ശിബിരെന്ന് കണ്ടു പറഞ്ഞിട്ട് എന്തൊക്കെയോ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയി. ഇത്രയേ ഉത്തരവാദിത്വം അയാൾക്കുള്ളൂ. സ്വാഭാവികമായും ഇതുപോലെയുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രതിഷേധവും ഉയരില്ല, ഒരു പ്രതിരോധവും ജനങ്ങളുടെ ഇടയിൽ ഉയരില്ല. ഒരുപക്ഷെ നാളെ ഇത് വീണ്ടും ആവർത്തിച്ചെന്നും ഇരിക്കും. സ്വാഭാവികമായും ഈ കാര്യത്തിലുള്ള
പ്രതിപക്ഷ നേതാവിൻ്റെ കെടുകാര്യസ്ഥത കൂടി നമ്മൾ ഈ തരുണത്തിൽ ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ശരിക്കും പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനായിരുന്നു എന്ന് വിചാരിക്കുക. ഇതുപോലൊരു മരണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിൻ്റെ കുറ്റക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നേരിട്ടുള്ള സമര പ്രവർത്തനത്തിലേക്ക് വി.എസ്. അച്യുതാനന്ദൻ ഇറങ്ങുമായിരുന്നു. ഒരുപക്ഷെ വി.എസ്. അച്യുതാനന്ദൻ ആ 80 വയസ്സ് കാലഘട്ടത്തിലും ഒരുപക്ഷെ ഒരു സത്യാഗ്രഹത്തിന് പോലും തയ്യാറാകുമായിരുന്നു ഗവൺമെൻറ്റിനെതിരെ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും പറഞ്ഞ്. 80 വയസ്സുള്ള വി.എസ്. അച്യുതാനന്ദൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹം കിടന്നിട്ടുണ്ട്. 58 വയസ്സുള്ള ഈ വി.ഡി. സതീശൻ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത്? അയാൾ എന്ത് പ്രസ്താവനയാണ് ഇക്കാര്യത്തിൽ ഇറക്കിയത്? ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിഷേധം ഉയർത്താൻ വേണ്ടി അയാൾ എന്താണ് സുഹൃത്തുക്കളെ ചെയ്തിട്ടുള്ളത്? അയാളൊന്നും ചെയ്തിട്ടില്ല. അയാൾ വലിയൊരു പരാജയമാണ്, അയാളൊരു പരാജിതനാണ്, അയാളൊരു വട്ടപൂജ്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അയാൾ ഈ കാര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിഷേധവും പ്രതിരോധവും ഉയർത്തുന്നതിന് പകരം വയനാട് പോയതോ ചർച്ചയുമായി ബന്ധപ്പെട്ട് അയാൾ കിടക്കുകയാണ്. കാശിന് കൊള്ളില്ല എന്ന് വീണ്ടും ഒന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞ ആമയിഴഞ്ചാൻ തോടിലെ ഈ തൊഴിലാളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നമ്മൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും കൂടി നിർത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.